Hello friends, Food and Beyond എന്ന YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റിന്റെ പേരിലാണ്. എന്നോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ 65 ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. ആ റിക്വസ്റ്റ് ഒരാളാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് യൂട്യൂബിന്റെ ആ ഒരു നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു വ്ലോഗറായി ചെയ്യുമ്പോഴേ അത് ഒരാൾ മാത്രമാണ് നമ്മളോട് ഒരു ഇൻഗ്രീഡിയന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് നമ്മുടെ ആ ഒരു നിയമം. അപ്പോൾ അതനുസരിച്ച് ചിക്കൻ 65 ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ചിക്കൻ 65 ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അതിനു മുന്നേയായി എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരു വ്യൂവർ ആണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ വലതുഭാഗത്തായി കാണുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ലേ? അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. ആ കുഞ്ഞു ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയായ ചിക്കൻ 65 എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 300 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതിലേക്ക് ആദ്യം തന്നെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം കൊണ്ടുവന്നതാണ്. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ചേർത്തു. പിന്നീട് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അത് ചേർക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ്, അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ചേർത്തു. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നീട് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒന്ന് ഞാൻ സ്ക്വീസ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കട്ടെ. ലെമൺ ജ്യൂസ് ഇതിൽ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കൈവച്ച് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചിക്കനുമായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മുട്ട ബീറ്റ് ചെയ്ത് ഒഴിക്കണം. അതിനുവേണ്ടി ഞാനൊരു മുട്ട എടുത്ത് ബൗളിലേക്ക് ഒഴിക്കട്ടെ. ഒരു മുട്ട പൊട്ടിച്ച് ഞാൻ ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫോർക്ക് വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യട്ടെ. നല്ലപോലെ ബീറ്റ് ചെയ്തു. ഇനി ഈ ബീറ്റ് ചെയ്ത മുട്ട നമ്മൾ ആദ്യം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ചിക്കനിലോട്ടേക്ക് ചേർക്കാം. കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. കൈവച്ച് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. മാരിനേഷൻ പൂർത്തിയായി. ഇനി നമുക്കിതിന് റെസ്റ്റ് കൊടുക്കണം. ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 35-40 മിനിറ്റേലും മിനിമം വേണം. 1 മണിക്കൂർ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ 30 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് കത്തിച്ച് അതൊന്ന് ചൂടാക്കട്ടെ. പാൻ നന്നായി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് മാത്രമേ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. 2 ബാച്ചായി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ എണ്ണ യൂസ് ചെയ്യേണ്ട. അപ്പോൾ എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു ബാച്ച് ചിക്കൻ പീസസ് ചേർക്കാൻ പോവുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു ബാച്ച് ഞാൻ ചേർത്ത് കഴിഞ്ഞു. എല്ലായിടവും ഈവണായി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതൊന്ന് ഇടയ്ക്ക് ഇതുപോലെ സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ആദ്യമായി ഞാൻ ചേർത്ത് കൊടുത്ത ചിക്കൻ പീസസ് എല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അത് ഞാൻ കോരിയെടുക്കട്ടെ. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലോട്ടേക്ക് ഞാനിത് കോരിയെടുക്കാൻ പോവാണ്. ഇതിൻ്റെ എക്സസ് ഓയിലൊക്കെ ടിഷ്യൂ പേപ്പർ ഫ്ലോട്ടായിക്കോളും. ഞാനിതൊന്ന് കോരിയെടുക്കട്ടെ. ഇനി ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാമതായി ഇട്ട് കൊടുത്ത ചിക്കൻ പീസസും നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി കഴിഞ്ഞു. ഞാനത് കോരിയെടുക്കുന്നു. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല. കോരി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ പീസസിലേക്ക് എണ്ണ വല്ലാതെ കയറി വരും.
അപ്പോൾ കോരി എടുക്കട്ടെ ഇത് ആദ്യം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും. ഇനി ഞാൻ ഈ പാത്രം അങ്ങോട്ടേക്കൊന്ന് മാറ്റി വെക്കട്ടെ. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. ഇവിടെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് വെക്കാൻ പോവാണ്. സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടാവട്ടെ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസാണിത്. നല്ല കളർഫുള്ളാണ്, നല്ല റെഡ് കളറിലായിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും നല്ല കളർ കിട്ടുന്നത്. അധികം എരിവും കാണില്ല. നല്ലപോലെ കുക്കായിട്ടുണ്ടത്. നല്ല ഫ്രൈ ആയി വന്ന ചിക്കൻ പീസസാണിത്. ഇനി ജസ്റ്റ് സോസ് ഉണ്ടാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന എണ്ണയില്ലേ, അതിൽ നിന്നും ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ കോരിയെടുത്ത് ചേർക്കുവാണ്. അപ്പോൾ ചിക്കൻ്റെ ആ ഫ്ലേവറൊക്കെ അതിന് കിട്ടുന്ന കാരണമാണ് ഞാൻ ആ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നത്. അതിലൊരു 1.5 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ചേർക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർക്കാൻ പോവാണ്. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. പിന്നീട് അതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കട്ടെ. പിന്നീട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 വറ്റൽമുളകാണ്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് റെഡ് ചില്ലി സോസാണ്. 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. ഒരു പിഞ്ച് സാൾട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്. ഇത്തിരി മതി, കാരണം ചിക്കനിൽ നല്ലപോലെ ഉപ്പൊക്കെ ചേർത്തല്ലേ നമ്മൾ ഫ്രൈ ചെയ്തത്. ഇനി ഒരു അല്പം വെള്ളം ഞാൻ ചേർക്കുവാണ്. ഇനി വെള്ളം ഒന്ന് ബോയിലായി വരട്ടെ. ഇനി നമ്മളതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചിക്കൻ പീസസ്, അത് ചേർക്കുവാണ്. നന്നായി മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ റെഡിയാക്കിയ സോസും ചിക്കൻ പീസസും എല്ലാം നല്ലപോലെ കോട്ടായി കഴിഞ്ഞു. ഓവർ കുക്കാവേണ്ട കാര്യമൊന്നും ഇല്ല. ഇനി ഇത് ഓൾറെഡി നല്ല കുക്കായ ചിക്കൻ പീസസ് ആണ്. ഇപ്പോൾ സോസ് കൂടെ ഇതിലേക്ക് നല്ലപോലെ കോട്ടായി കഴിഞ്ഞു. ഇതിന് മുകളിലായി കുറച്ച് ഞാൻ സ്പ്രിംഗ് ഓണിയൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡിയായി കഴിഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അതിനുശേഷം ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊണ്ടുവരാം. ചിക്കൻ പീസസ് ഞാനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിലായി 2 കറിവേപ്പില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നീട് ഏറ്റവും മുകളിലായി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ സ്പ്രെഡ് ചെയ്യാണ് ഞാൻ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇതൊരു റിക്വസ്റ്റിൻ്റെ പേരിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരാൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ 65ൻ്റെ റെസിപ്പി ഇട്ട് തരാൻ. അവരുടെ റിക്വസ്റ്റാണിത്. അപ്പോൾ ഞാനിന്ന് റെഡിയാക്കിയ ചിക്കൻ 65ൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഈസി അല്ലേ? വളരെ ടേസ്റ്റിയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അവരോടും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.